ചുറ്റി വളഞ്ഞ് 10-20 കിലോമീറ്റർ കൂടുതലെടുത്ത് ഈ റോഡ് ഒഴിവാക്കി മുഖ്യമന്ത്രിക്ക് പോകേണ്ടി വന്നെങ്കിൽ അത് ഈ റോഡിന്റെ ഗതികേട് തന്നെയാണ്. അങ്ങനെയല്ലേ? അതെ അതെ. നമ്മളെ ഈ ചൂണ്ടൽ കേച്ചേരി മുതൽ ചൂണ്ടൽ വരെ എത്തുന്നത് തന്നെ ഒരു 3 മണിക്കൂറാണ് ഇപ്പൊ ആൾക്കാർക്ക് യാത്ര ചെലവ് സമയം വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിനിമ കാണുന്ന ദൂരം അരമണിക്കൂർ കൊണ്ട് എത്തേണ്ടത് റോഡിൽ ചെലവാക്കേണ്ടി വരും. അരമണിക്കൂറല്ല, 1 മണിക്കൂറിന് മേലെ വരുന്ന ഈ റോഡിൽ നിന്ന് ഈ കേച്ചേരി മുതൽ ചൂണ്ടൽ എത്തിത്തീരുന്ന വാഹനങ്ങൾ മാത്രമല്ല പോണത്, 10,000-കണക്കിന് വാഹനങ്ങൾ പല രീതിയിൽ പല റൂട്ടിൽ പോണ വാഹനങ്ങളാണ്. അത്രയും ലോഡായിട്ട് എത്ര ഓഫീസിലുള്ള ആൾക്കാർ പോകണമെന്നറിയോ? എത്ര അപകടങ്ങൾ, എത്ര മരണങ്ങളോട് ഉണ്ടായിട്ടുണ്ട്. ഒരു വണ്ടി അവിടെ ഓഫായി നിൽക്കുന്നു, കുഴിയിൽ ചാടി. നമ്മളിപ്പോ ലൈവില് ദൃശ്യങ്ങളാണ് കാണുന്നത്. ഒരു വണ്ടി കുഴിയിൽ ചാടി ഓഫായി നിൽക്കുകയാണ്. ഇപ്പൊ ഇനി എന്താ ചെയ്യുന്നത്? ഒന്ന് തള്ളിക്കൊടുത്താലോ? ഏതാ സ്വിച്ച് ഓഫാക്കി, കുറച്ച് ഓഫാക്കിയിട്ടുണ്ട്, കുറച്ച് ഓഫാക്കി തള്ളിതരാ. ഇവിടൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഇത് കാലങ്ങളോളായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ ലൈവ് നടക്കും വേണം ഒരു വണ്ടി വന്നിങ്ങനെ അവര് എവിടേക്ക് പോകണം നമുക്ക് ചോദിക്കാം.